ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പട്ടാമ്പി കണ്ണനൂർ ഭാഗത്താണ്. നമ്മളിപ്പോൾ കുറേ പേര് ഇപ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ കോയമ്പത്തൂർ അവിനാശി ഒരു ബസ് അപകടം ഉണ്ടായിരുന്നു. നമുക്ക് KSRTCയുടെ വോൾവോ ബസ് ബാംഗ്ലൂരിൽ നിന്നും നമ്മൾ കൊച്ചിയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഏകദേശം 19 ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഡ്രൈവർ, കണ്ടക്ടർ ഉൾപ്പെടെയുള്ളവർക്ക്, ക്ലീനർ ഉൾപ്പെടെയുള്ളവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഏകദേശം 48 യാത്രക്കാരാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഒരുപാട് സങ്കടകരമായ ഒരു വാർത്തയും ഇൻസിഡൻ്റാണ് അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ RS 784 വോൾവോ ബസ്സാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. ആ ബസ് ഇപ്പോൾ സ്ക്രാപ്പായിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് പട്ടാമ്പി കണ്ണൂർ ഭാഗത്ത്. ഇതിപ്പോൾ നീ പീസായി പൊളിച്ച് ഫുള്ളായിട്ട് ഇല്ലാതാവും. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ കാഴ്ചയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ആ ബസ്. അപ്പോൾ ഇപ്പോൾ ഈ കോടത്തിൽ ഓരോന്ന് പീസായിട്ട് പൊളിച്ച് അവർ കൊടുക്കുന്നതാണ്. ഏകദേശം ഈ സൈഡായിട്ട് അന്ന് ആക്സിഡൻറ്റ് ഉണ്ടായത്. ഏകദേശം ഈ ഫ്രണ്ട് സൈഡിൽ ഇരിക്കുന്നവർക്കാണ് കൂടുതലായിട്ട് ജീവൻ നഷ്ടപ്പെട്ടത്, അതിൽ ഇൻജോർഡ് ആയിട്ടുള്ളത്. ബാക്ക് ആൾക്കാർക്കാണ് അത്രയ്ക്ക് ഉണ്ടായിട്ട്. ഏകദേശം ഈ സൈഡ് ഏകദേശം മൊത്തം ബസ്സിൻ്റെ, കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ടെയ്നർ ലോറിയിൽ അത്യാവശ്യം ടൈൽസോ മാർബിളോ അങ്ങനെ എന്തോ കൊണ്ടുവരുന്ന ഒരു വണ്ടിയായിരുന്നു. അത്യാവശ്യം ഭയങ്കര ടണ്ണേക്കുന്നൊരു വണ്ടി, കാരണം ലോറിയിൽ അത്യാവശ്യം ഫുൾ ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഇതിപ്പോൾ ഓരോന്നായിട്ട് അതിൻ്റെ പാർട്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പോവാണ്. ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ, സീറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് പോയിൻ്റെ പാർട്ടുകൾ. പിന്നെ അവിടെ കണ്ടില്ലേ, അതിൻ്റെ കുറച്ച് ബാക്ക് സൈഡ്, അതിൻ്റെ ബാക്ക് സൈഡ്, അങ്ങനെ കുറേ ഭാഗങ്ങൾ ഓരോ പീസാക്കി ഓരോ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറെ കുറേ ബസ്സുകളും അവർ എടുത്തിട്ടുണ്ട്. അതായത് KSRTCൻ്റെ നോർമൽ ബസ്സുകളും പിന്നെ KSRTCൻ്റെ തന്നെ മഹാരാജ മറ്റേ സ്കാനിയയുടെ ബ്രാൻഡിൽ വരുന്ന ബസ്സുകൾ, അത് ഏകദേശം ഒരു 2-3 അതും ഇവിടെ നിങ്ങൾക്ക് പിന്നിൽ കാണാൻ പറ്റും. പിന്നെ നോർമൽ ബസ്സുകൾ കാണാൻ പറ്റും. ഇതൊക്കെ പൊളിച്ചാണ്. ഇതൊക്കെ ചിലപ്പോൾ അതിൻ്റെ ടൈം കഴിഞ്ഞിട്ട് പൊളിക്കായിരിക്കുന്നത് കണ്ടിട്ട് ആക്സിഡൻ്റായ രീതിയിൽ തോന്നുന്നില്ല. കാരണം ഇതാണ് അന്ന് നമുക്ക് അത് ഭയങ്കര ഷോക്കിങ് ന്യൂസായിട്ട്, കാരണം എല്ലാവരും കണ്ട ന്യൂസാണ്. അപ്പോൾ ആ ബസ് ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നായിരുന്നു. ഇതന്ന് ആക്സിഡൻറ്റിന് ശേഷം ഈ ബസ് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബസ് ഒന്ന് ബുക്ക് ചെയ്തിട്ട് എടപ്പാൾ ബസ് ഡിപ്പോക്കാണ് കൊണ്ടുപോയി തോന്നുന്നു. അപ്പോൾ ഇതാണ് ആ ബസ്സിൻ്റെ ഓരോ കാഴ്ചകൾ. ഇതിനിപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് 1-2 അവസ്ഥയിലേക്ക് എത്തും. ഫുള്ള് കംപ്ലീറ്റ്ലി അത് പാർട്സ് ആക്കിയിട്ടത് സാധനം ഇവിടുന്ന് പോകും. അപ്പോൾ ഇവരാണ് ഇതിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം, ഇത് എന്നാണ് വണ്ടി കൊണ്ടുവന്നത്? അതെ, ആക്സിഡന്റ് അത് കൊണ്ടുപോയത് ഇത്ര അത് നമുക്ക് അറിയില്ല. അത് പോയി കെട്ടിപ്പോയി പീസ് ആവും വണ്ടിയിൽ. ഇതിന് ഫുള്ളും പീസ് ആവും. ഇതിന് എത്ര ദിവസം വർക്കിംഗ് ഉണ്ടാവും? ഇത് ഫുള്ള് പീസ് ആവാൻ ഇത് 3 ദിവസം ഫുൾ കഴിയും. 3 ദിവസം കഴിയുമ്പോൾ ഫുള്ളായി പോകും. ഫുള്ള് എനിക്ക് 3 ആണെങ്കിലേ അത് 3 കട്ടിങ് ഗ്യാസ് കട്ടിങ്ങില്ലേ ഫുള്ള്. അവർ പറഞ്ഞ 3 ദിവസം കൂടി മതി. 3 ദിവസം ഗ്യാസ് കട്ട് ചെയ്തിട്ട് അത് ഫുള്ളും പീസ് ആവുന്നതാണ്
പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഓരോരോ ബസ്സുകൾ ഇനി വരും ദിവസങ്ങളിൽ ഈ സ്കാനിയുടെ 2 ബസ്സുണ്ട്, അതേപോലെ തന്നെ നോർമൽ KSRTC ബസ്സുകളുണ്ട്, ഇനി ബസ് വരാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഗ്യാസ് കട്ട് ചെയ്തിട്ട് അവർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഏകദേശം 3 ആകുമ്പോൾ അവർ തുറക്ക് കൊടുക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ വെയിൽ കാരണമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പീസാക്കി പുറമൊക്കെ സെപ്പറേറ്റ് കിട്ടുന്നതന്നെ പീസാക്കിയിട്ട് ഫുള്ളായിട്ട് ഒന്നില്ലാണ്ടാവും.